ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബലിയനയാണ്. 2022 ബലിയനയാണ് കേട്ടോ. ആ വാഹനത്തിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷനാണെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആരോ മാർക്ക് വരുന്നുണ്ട്. അത് പതുക്കെ നമുക്കൊന്ന് താഴ്ത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ഇൻഫർമേഷൻ ആൻഡ് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ വരും. അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, സോഫ്റ്റ്വെയർ വേർഷൻ, അതായത് 55TA.04.03 ആണ് ഇതിൽ കറണ്ടിൽ കിടക്കുന്ന സോഫ്റ്റ്വെയർ. അതാണ് നമുക്ക് മാറ്റേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പോർട്ടിലേക്ക് നമുക്ക് നമ്മുടെ പെൻഡ്രൈവ് നമുക്കിതിലൊന്ന് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം കാർ സ്റ്റീരിയോയിൽ കറണ്ട് വേർഷന് കാണുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ പെൻഡ്രൈവിലുള്ള വേർഷന് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അപ്ഡേഷൻ ചെയ്യാൻ പോകുന്നത് 55TA.05.60 ആണ് കേട്ടോ. അപ്പോൾ നമ്മളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എസ്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡൗൺലോഡിങ് ഇൻ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയോ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വാഹനം അപ്ഡേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഭാഗത്ത് ഒതുക്കി നിർത്തി വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു രീതിക്ക് വേണം നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറോളം ആവും. അപ്പോൾ ഏകദേശം ഫസ്റ്റത്തെ അപ്ഡേഷൻ ആയി കഴിഞ്ഞു. അപ്പോൾ കാർ സ്റ്റീരിയോ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. എന്നിട്ട് വീണ്ടും ഓൺ ആയിട്ടുണ്ട്. അപ്പോഴും വീണ്ടും സോഫ്റ്റ്വെയർ അപ്ഡേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണാം നമ്മൾക്ക്. അപ്പോൾ ഇതും നമുക്കൊരു 10 മിനിറ്റോളം വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഈ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യാനായിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾക്ക് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ഈ വാഹനം പാർക്ക് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട്. ആൾ ഫംഗ്ഷൻ വിൽ ബി അനൈലബിൾ അൺസ്റ്റിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഈസ് കംപ്ലീറ്റഡ്. പാർക്ക് യുവർ വെഹിക്കിൾ അറ്റ് എ സേഫ് ലൊക്കേഷൻ വിൽ പെർഫോമിങ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം. അതിനുശേഷം വീണ്ടും സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കാണിക്കുന്നുണ്ട്. വീണ്ടും നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്ഡേഷൻ ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വീണ്ടും കാർ സ്റ്റീരിയോ ഓഫായിട്ടുണ്ട്. ഓഫായി ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഇഗ്നിഷൻ ഒന്നും ഓഫ് ചെയ്യരുത്. അപ്പോൾ അപ്ഡേഷൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റീരിയോ ഇപ്പോൾ ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്ഡേറ്റ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ന്യൂ വേർഷൻ വന്നിട്ട് 55TA.05.60 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓക്കെ കൊടുക്കാം. ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കാർ സ്റ്റീരിയോയിൽ ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് നമുക്ക് ആ സെറ്റിങ്സിലൊന്ന് പോയി നമുക്ക് സാധാരണ ചെയ്യുമാതിരി ആ ഒരു ആരോ മാർക്കിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ വേർഷൻ ഇപ്പോൾ സ്റ്റീരിയോയിൽ അപ്ഡേഷൻ ആയിട്ടുള്ള വേർഷനാണിത് കാണുന്നത്. നമ്മൾ അപ്ഡേഷൻ ചെയ്തത് ആയിട്ടുണ്ട് കേട്ടോ, ക്ലിയർ ആയിട്ടുണ്ട്. ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായി ഇനിയും നമ്മൾക്ക് കാണാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.